എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഹോം ഗ്രൗണ്ടായ ഓൾഡ് ട്രാഫോർഡ് വെച്ച് നടന്ന കളിയിൽ 3-2 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിച്ചു. ഈ കളിക്ക് കുറേ സവിശേഷതകളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഈ 2025-2026 പ്രീമിയർ ലീഗ് സീസണിലെ അവസാനത്തെ ഹോം മത്സരമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്, ഞായറാഴ്ച കഴിഞ്ഞത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരുള്ളത്. ഇനി ഈ സീസൺ പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു ഹോം മത്സരമില്ല. ഒരു കളിയും കൂടി ഇനി ബാക്കിയുള്ളൂ. അത് ബ്രൈറ്റനായിട്ട് 24 മെയ് അത് ബ്രൈറ്റൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. എവേ മത്സരമാണ് യുണൈറ്റഡിന്. അതോടുകൂടി പ്രീമിയർ ലീഗിലെ എല്ലാ മത്സരവും യുണൈറ്റഡിൻ്റെ കഴിഞ്ഞു. ഇപ്പം ഇന്ന് ഞായറാഴ്ച കഴിഞ്ഞത് അവസാന ഹോം മത്സരമായിരുന്നു. അപ്പോൾ അവസാന ഹോം മത്സരവും ജയിച്ച് 3-2 പോലും ജയിച്ച് നല്ലൊരു ഉണർവോട് കൂടി തന്നെ ഈ സീസൺ ഹോം ഗ്രൗണ്ടിൽ അവസാനിപ്പിക്കാൻ കാരിക്കിനും പിള്ളേർക്കും കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ കാസിമിറോയുടെ ഓൾഡ് ട്രാഫോർഡിലെ അവസാന മത്സരം, ഇത് ഈ സീസൺ കഴിഞ്ഞ കാസിമിറോ യുണൈറ്റഡ് വിടുകയാണല്ലോ. അപ്പോൾ കാസിമിറോയുടെ അവസാന ഹോം മത്സരമായിരുന്നു. കാസിമിറയ്ക്ക് വേണ്ടി ടിഫോ ഒക്കെ ആരാധകർ സെറ്റാക്കിയിരുന്നു, അതൊക്കെ പ്രദർശിപ്പിച്ചിരുന്നു. എന്തായാലും നല്ലൊരു കരിയർ തന്നെയായിരുന്നു. ഒരു ചാമ്പ്യൻ പ്ലെയറാണ് നമ്മുടെ കാസിമിറോ എന്ന് എല്ലാവർക്കും അറിയാം. റയൽ മാഡ്രിഡിലൊക്കെ ആൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. യുണൈറ്റഡിലും വന്നിട്ട് യുണൈറ്റഡിന് വേണ്ടി മാക്സിമം ആൾക്ക് ആളുടെ ഒരു 100% കൊടുക്കാൻ, ചാമ്പ്യൻ പ്ലെയറാണ്, അവരെവിടെ പോയാലും ചാമ്പ്യൻസ് ആണ്, ഒരു 100% കൊടുക്കാൻ കാസിമിറോയ്ക്ക് പറ്റിയിട്ടുണ്ട്. FA കപ്പും ഒരു ലീഗ് കിരീടം എന്ന് പറഞ്ഞാൽ FA കപ്പും ഒരു കരബാവ് കപ്പും കാസിമിറോ യുണൈറ്റഡിന് വേണ്ടിയിട്ട് യുണൈറ്റഡിൻ്റെ അണ്ടറിൽ നേടിയിട്ടുണ്ട്. അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. പ്രീമിയർ ലീഗിൽ ഇനിയിപ്പോൾ യുണൈറ്റഡിനെ സേഫായി നെക്സ്റ്റ് സീസണിൽ UCL ചാമ്പ്യൻസ് ലീഗ് കളിക്കാനും കൂടി യോഗ്യത നേടിക്കൊടുത്തതിൽ പ്രധാനപ്പെട്ട പങ്ക് കാസിമിറോയ്ക്കുണ്ട്. അപ്പോൾ അതും അച്ചീവ് ചെയ്തിട്ടാണ് അദ്ദേഹം പോകുന്നത്. വേദനയുണ്ട്, വിഷമം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിൽ പോവുകയാണ് നല്ലത്. അത് കാരണം കൊണ്ട് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ, സാഹചര്യത്തെ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ കാസിമിറോയുടെ അവസാനത്തെ ഹോം മത്സരമായിരുന്നു. അതും വിജയത്തോടു കൂടി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. കളിയിലേക്ക് വരികയാണെങ്കിൽ 50% 50-50 ആയിരുന്നു ബോൾ പൊസിഷൻ. 50% യുണൈറ്റഡിന്, 50% നോട്ടിംഗ്ഹാമിന്. പിന്നെ 3 ഷോട്ട് ഓൺ ടാർഗറ്റ് നോട്ടിംഗ്ഹാമിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. 2 അവർ ഗോളാക്കി. 7 യുണൈറ്റഡിനുണ്ടായിരുന്നു. അതിൽ 3 ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞു. ഗോൾ സ്കോറർമാർ യുണൈറ്റഡിന് വേണ്ടിയിട്ട് ലൂക്ക് ഷോ, കുനിയ, എംബുമോ 3 കിടിലൻ ഗോളുകളായിരുന്നത്. 3 കിടിലൻ ഗോളുകൾ. അതിൽ എംബുമോയും കുനിയയുടെയും ഗോൾ പറയണ്ടല്ലോ, പ്രധാനപ്പെട്ട കളിക്കാരാണ്. ലുക്ക് ഷോനെ അപേക്ഷിച്ചൊക്കെ പ്രധാനപ്പെട്ട കളിക്കാരാണ് കുനിയും എംബുമോയും. അവർ ഗോളടിച്ചു. എന്തായാലും നല്ലൊരു ഗുഡ് സൈനാണ്. നെക്സ്റ്റ് അവർക്ക് വേണ്ടിയിട്ട് നോട്ടിംഗ്ഹാമിന് വേണ്ടിയിട്ട് മൊറാട്ടോയും ഗിബ്സ് വൈറ്റും ഗോളടിച്ചു. അങ്ങനെ 3-2 എന്നുള്ള ഇതിൽ കളി അവസാനിച്ചു. എന്തായാലും അവസാന കളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 68 പോയിന്റോട് കൂടി യുണൈറ്റഡ് ഇപ്പം 3-ാം സ്ഥാനം ഉണ്ട്. ഇനി എന്തായാലും മാറ്റമില്ല. നെക്സ്റ്റ് സീസൺ എന്തായാലും ചാമ്പ്യൻസ് ലീഗ് എന്തായാലും ഓൾഡ് ട്രാഫോർഡിലേക്ക് വിരുന്നെത്തല്ല, കുറേ നാളുകൾക്ക് ശേഷമാണ് എത്തുന്നത്. എന്തായാലും വിരുന്നത്തെ വാട്ടവർ. എന്തായാലും എൻ്റെ ഒരു സന്തോഷമുണ്ട് യുണൈറ്റഡ് വീണ്ടും ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ പോകുന്നു എന്നുള്ളത്. ഇനി നല്ലൊരു കാര്യമാണ്. കൂടാതെ ബ്രൂണോ 20 അസിസ്റ്റ് ഈ സീസണിൽ 20 അസിസ്റ്റായിട്ട് ഇപ്പോൾ റെക്കോർഡിനൊപ്പം എത്തിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിബ്രൂയിന, തിയറി ഹെൻറി ഈ 2 പേരാണ് പ്രീമിയർ ലീഗിൽ ഏറ്റവും മോസ്റ്റ് അസിസ്റ്റ് കൊടുത്തിട്ടുള്ള വ്യക്തികൾ. അപ്പോൾ അവരുടെ കൂടെ എത്തിയിട്ടുണ്ട്. 19 അസിസ്റ്റായിട്ട് നിൽക്കുകയായിരുന്നു ഓസിലിൻ്റെ കൂടെ. അപ്പോൾ ഓസിലിന് മറികടന്ന് 20 ആയി. ഒരു മത്സരം കൂടി ബാക്കിയുണ്ട്. ആ ഒരു മത്സരത്തിൽ എങ്ങനെയെങ്കിലും അസിസ്റ്റ് കൂടി സെറ്റാക്കി കിട്ടുകയാണെങ്കിൽ ബ്രൂണോ ടോപ്പ് അസിസ്റ്റ് ആയിരിക്കും എൻറ്റയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ പ്രീമിയർ ലീഗ് സീസണിൽ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു റെക്കോർഡിനൊപ്പം എത്താനും ഈ കളി സാധിച്ചു. അത് 3-ാം ഗോള് എംബൂമ അടിച്ച 3-ാം ഗോളിനെ പാസ് ഇട്ട് കൊടുത്തത് ബ്രൂണോ ഫെർണാണ്ടസ്. അങ്ങനെ ഒരു നാഴികക്കല്ല് കൂടി ബ്രൂണോക്ക് ഇടാൻ പറ്റി ഈ മത്സരത്തിൽ. ഇനി അടുത്തൊരു ഒരു മത്സരം കൂടി ഉണ്ട്. അതിലൂടെ ഒരു അസിസ്റ്റ് അടിച്ച് 21 എന്നുള്ള ഒരു വേൾഡ് റെക്കോർഡ് തന്നെ പ്രീമിയർ ലീഗിൽ അസിസ്റ്റിൻ്റെ കാര്യത്തിൽ വയ്ക്കാൻ ബ്രൂണോയ്ക്ക് പറ്റട്ടെ.